അടുപ്പത്തൊരു പാൻ വെച്ചിട്ട് ചൂടാക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ്, ഞാൻ ഒരുപാടൊന്നും ചേർക്കണില്ല കേട്ടോ. നെയ്യ് ഇതിലേക്ക് ആ പഴം ചേർക്കാം. കുറച്ച് പഞ്ചസാരയും ചേർത്തിട്ടുണ്ട്. എണ്ണ ഞാൻ വെച്ച് നന്നായി ചൂടായിട്ടുണ്ട്. ഗോതമ്പ് മാവാണ്. വളരെ കുറച്ച് ഞാൻ ഉണ്ടാക്കി നോക്കുകയാണ്. ഈ കുറച്ചേ വയ്ക്കുന്നുണ്ട്, ഒരുപാട് ഫില്ലിംഗ് ഒന്നുമില്ല. കുറച്ച് കൈ കൊണ്ട് ഒട്ടിച്ച് കൊടുക്കാം. എണ്ണ ഞാൻ കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ, കാരണം എണ്ണ വെറുതെ ചൂടാക്കാൻ പാടില്ല എന്ന് പറയും, ക്യാൻസർ വരുന്നൊക്കെ പറയും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് എണ്ണ ഞാൻ ഒഴിക്കാറുള്ളൂ. രണ്ട് പഴമാണ്, അപ്പോൾ അത് വെറുതെ കളയണ്ടെന്ന് കരുതി ചെയ്യാം. പെട്ടെന്ന് തയ്യാറാക്കാം. കുട്ടികളൊക്കെ ഈ പഴത്തിൻ്റെ തൊലി കറുപ്പ് കണ്ട് ആരും കഴിക്കില്ല. ചിലരൊക്കെ അതിന് വെറുതെ എടുത്ത് വേസ്റ്റാക്കി കളയും. നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റിയതാണ്. അപ്പോൾ കുട്ടികൾ കഴിക്കുകയും ചെയ്യും, എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. നന്നായി വന്നിട്ടുണ്ട്. ഇതുപോലെ വെച്ചിട്ട് ബാക്കിയുള്ളതും ചുട്ടെടുക്കാം. ഇതിൻ്റെ ഒരു ഇതിലുള്ളവർക്ക് അതിൽ വെച്ച് അമർത്തിയെടുക്കാം. ഇപ്പോൾ അതൊന്നും ഉപയോഗിക്കുന്നില്ല, കൈ കൊണ്ട് ചെയ്യാണ്. അത്ര സിമ്പിളായിട്ടാണ്. അപ്പോൾ ആ പഴം കളയും വേണ്ട. ചിലരൊക്കെ പൈസ കൊടുത്ത് വാങ്ങിയിട്ട് വെറുതെ കറുത്ത് പോയി എന്ന് പറഞ്ഞ് എത്ര പഴം വലിച്ചെറിയണ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതുപോലെയൊക്കെ ചെയ്താൽ നമുക്കത് കഴിക്കില്ല. ഒരു നേരത്തെ ഭക്ഷണം പോലും പിന്നെ നമുക്ക് വേണമെന്നുണ്ടാവില്ല. ഒരിക്കലും ഭക്ഷണം പാഴാക്കി കളയാൻ പാടില്ല. എന്ത് സാധനമാണെങ്കിലും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുമ്പോൾ അത് നശിപ്പിച്ച് കളയാൻ പാടില്ല. എത്രയോ ജീവനുകളുണ്ടല്ലേ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാണ്ട് കിടക്കുന്നത്, പക്ഷികളും മൃഗങ്ങളായാലും മനുഷ്യനായാലും. അതുകൊണ്ട് ഒരിക്കലും കളയാൻ പാടില്ല. ടേസ്റ്റി ആയിട്ട് നല്ല അടിപൊളിയായിട്ട്